അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണ് ഒരു പെൺകുട്ടി തൻ്റെ സഹപാഠികൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ തൻ്റെ സഹപാഠികൾ തന്നെ മിസ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞ് നൽകിയ ഒരു പരാതിയെ തുടർന്നുണ്ടായ വിഷയങ്ങളൊക്കെ. പെൺകുട്ടി തന്നെ തൻ്റെ സഹപാഠികൾ സുഹൃത്തുക്കൾ തന്നെ മിസ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി നൽകുന്നു. അതേ തുടർന്ന് പോലീസ് ആ പെൺകുട്ടി പരാതിയിൽ പറഞ്ഞ ആളുകളെയൊക്കെ കസ്റ്റഡിയിലെടുക്കുന്നു, ചോദ്യം ചെയ്യുന്നു. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയാവുന്നു. കുട്ടികൾക്ക് അവരുടെ കലാലയങ്ങളിൽ പോലും അവർക്ക് സുരക്ഷിതത്വമില്ല, സഹപാഠികളെ പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ചകളും മറ്റുമൊക്കെ നടന്നു. അവസാനം ഇപ്പം എന്തായി? കഴിഞ്ഞ ദിവസം നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടു, ആ പെൺകുട്ടിയുടെ വൈദ്യപരിശോധനയിൽ അങ്ങനെ ഒന്നും സംഭവിച്ചതായി കാണാൻ വേണ്ടി കഴിഞ്ഞില്ല. അതുപോലെ പെൺകുട്ടിയുടെ മൊഴിയിലൊക്കെ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട്. അതേ തുടർന്ന് ഈ കസ്റ്റഡിയിലെടുത്ത ആളുകളെയൊക്കെ പോലീസ് വെറുതെ വിട്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വാർത്ത. അതിനുശേഷം പിന്നെയും നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു, അതിലെ ഒരു ചെറുപ്പക്കാരനെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചു എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ പരാതിയും നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സംഭവം എന്താണ്? നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നിയമങ്ങളെ അവർ പലപ്പോഴും മിസ്യൂസ് ചെയ്യുന്നു എന്നാണല്ലോ ഇതിൽ നിന്നൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. ഞാൻ ഈ സംഭവം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ചില സംഭവങ്ങളെക്കുറിച്ച് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല, എനിക്ക് പറയണമെന്ന് തോന്നി. ഒന്ന്, തെറ്റാര് ചെയ്താലും തെറ്റാണ്. അതിപ്പോൾ ഉസ്താദുമാരായാലും മാഷ്മാരായാലും തെറ്റാര് ചെയ്താലും തെറ്റ് തന്നെയാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ പല മാധ്യമങ്ങളിലും കാണുന്ന ചില വാർത്തകൾ, ചില പെൺകുട്ടികൾ ഇത്തരത്തിൽ പരാതി നൽകി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ രക്ഷിതാക്കൾ പരാതി നൽകി എന്ന് പറഞ്ഞ് വരുന്ന പല വാർത്തകളും, അതേ തുടർന്ന് ഉസ്താദിനെ കസ്റ്റഡിയിലെടുത്തു എന്നൊക്കെ പറഞ്ഞു വരുന്ന പല വാർത്തകളും, അതിൻ്റെയൊക്കെ പിന്നാമ്പുറങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പിന്നീട് ആ ഉസ്താദ് ചിലപ്പോൾ 3 മാസം ജയിലിൽ കഴിഞ്ഞ് ഉസ്താദ് പുറത്തിറങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിന്നീട് ആ ഉസ്താദ് നിരപരാധിയാണ് എന്ന് പറഞ്ഞ് ആ ഉസ്താദിനെ വെറുതെ വിട്ടിട്ടുണ്ടാവും. പിന്നീട് ഉസ്താദുമാർ നിരപരാധികളാണ് എന്ന് പറഞ്ഞു വരുന്ന വാർത്തകളൊന്നും നമ്മളാരും കാണാറുമില്ല, അങ്ങനെ ഒരു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുമില്ല. അതേസമയം പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞു വരുന്ന വാർത്തകൾ അത് വലിയ സംഭവ ബഹുലമായി സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. ഈ അടുത്ത കാലത്താണ് എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ ഒരു പരിചയക്കാരൻ കൂടിയായ ഒരു ഉസ്താദിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്തു. 3 മാസം ആ ഉസ്താദ്, പോക്സോ നിയമപ്രകാരമാണല്ലോ അറസ്റ്റ് ചെയ്തത്, ഉസ്താദ് ജയിലിൽ കടന്നു. അങ്ങനെ 3 മാസത്തിനിടയ്ക്ക് ജാമ്യത്തിനും മറ്റൊക്കെ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല. പക്ഷെ 3 മാസം കഴിഞ്ഞപ്പോൾ ഉസ്താദ് പുറത്തിറങ്ങുകയും ആ ഉസ്താദിൻ്റെ നിരപരാധിത്വം കൃത്യമായി ബോധ്യപ്പെടുത്തുകയും തെളിയിക്കുകയും ചെയ്തു. അങ്ങനെ ആ കേസ് തള്ളിപ്പോയി. എന്താ സംഭവം എന്നറിയോ? ഒരു പെൺകുട്ടിയാണ് വിഷയം. ആ ഉസ്താദിൻ്റെ മദ്രസയിൽ പഠിക്കുന്ന, ആ ഉസ്താദ് ആ മദ്രസയിലെ പ്രധാന അധ്യാപകനാണ്. ഈ കുട്ടി ആ മദ്രസയിലെ മുതിർന്ന ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. അപ്പോൾ ആ പെൺകുട്ടിക്ക് സ്കൂളിൽ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനായിട്ട് ഒരു അഫെയർ, പ്രണയം ഉണ്ടായി. ഈ വിഷയം ഉസ്താദിനോട് ചില കുട്ടികൾ വന്ന് പറഞ്ഞു. ഉസ്താദ്, എങ്ങനെ ആ കുട്ടി ഇന്ന ചെറുപ്പക്കാരനോടൊപ്പം ഇന്ന സ്ഥലത്ത് വെച്ച് കൊണ്ട് ഇങ്ങനെ ചില വിഷയങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പറഞ്ഞതിനെ തുടർന്ന് ആ ഉസ്താദ് ആ കുട്ടിയെ വിളിച്ചൊന്ന് ഉപദേശിച്ചു. വളരെ അതിര് കടന്ന രീതിയിലാണ് ഈ കുട്ടിയെ പലയിടത്തും കണ്ടത് എന്ന് സുഹൃത്തുക്കൾ പറഞ്ഞതിനെ തുടർന്നാണ് ഉസ്താദ് വിളിച്ച് ഉപദേശിക്കുകയും ഇനി ഇത്തരത്തിലുണ്ടായി എന്നറിഞ്ഞാൽ ഞങ്ങൾ രക്ഷിതാക്കളെ വിവരം അറിയിക്കും എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ ഒന്ന് താക്കീത് ചെയ്ത് വിട്ടതാണ്. കുട്ടിയും ഈ ചെറുപ്പക്കാരനും കൂടി പ്ലാൻ ചെയ്തു, നമുക്ക് ഉസ്താദിനെതിരെ പരാതി കൊടുക്കാം. കുട്ടി പോയി പരാതി കൊടുത്തു. പോലീസുകാർ ഉസ്താദിനെ വന്ന് കൊണ്ടുപോയി. പിന്നെ ആ പോലീസുകാർക്ക് ഈ വിഷയത്തിൽ ചില ഡൗട്ടുകളൊക്കെ തോന്നിയത് കൊണ്ട് തന്നെ ഉസ്താദിനെ കാര്യമായി ഉപദ്രവിക്കുകയോ മർദ്ദിക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ 3 മാസം ആ ഉസ്താദ് ജയിലിൽ കിടക്കേണ്ടി വന്നു. പിന്നീട് ഉസ്താദിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം ജോലി ചെയ്ത അതേ സ്ഥാപനത്തിൽ, അതേ പള്ളിയിലും മദ്രസയിലും അദ്ദേഹത്തിന് ആ നാട്ടുകാർ സ്വീകരിച്ച് വീണ്ടും അതേ ജോലി തന്നെ അദ്ദേഹത്തിന് മടക്കി നൽകുകയും ചെയ്തു. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പിന്നെ എന്നെ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു, ഒരു പക്ഷേ നിങ്ങളൊക്കെ കേട്ട് കാണും. മലപ്പുറം ജില്ലയിലെ തിരൂർ ഭാഗത്ത് സംഭവിച്ചത്. ഒരു ഉസ്താദിനോട് ആ നാട്ടിലെ ഒരു സംഘടനയിൽപ്പെട്ട ഒരാൾക്ക്, നമുക്കറിയാലോ നമ്മുടെ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊരു വിഭാഗത്തിലെ ഒരാൾക്ക് ആ ഉസ്താദിനോടുണ്ടായ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടി അയാൾ തൻ്റെ മോനെ ഉപയോഗപ്പെടുത്തി ഉസ്താദിനെതിരെ പരാതി നൽകി. ഉസ്താദ് ജയിലിലാവുകയും ചെയ്തു. പക്ഷേ പിന്നീട് അന്വേഷണത്തിൽ ഇത് വ്യാജ പരാതിയാണ് എന്ന് പോലീസിന് മനസ്സിലായി. അപ്പോഴേക്കും സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ അറിയാം? ആ ഉസ്താദിൻ്റെ ഒരു മോളുടെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ആ വിവാഹം മുടങ്ങി. ഭാര്യ മാനസിക രോഗി എന്തൊക്കെയായി മാറി. ഭാര്യയുടെ വീട്ടിലേക്ക് പോയി.
അങ്ങനെ ഇത് പെട്ടെന്ന് സംഭവം തെളിഞ്ഞെങ്കിലും അപ്പോഴേക്കും ഈ ഉസ്താദിൻ്റെ കുടുംബമാകെ തകർന്നിരുന്നു. ആ ഉസ്താദ് മാനസികമായി വലിയ പ്രയാസത്തിലായിരുന്നു. പക്ഷേ അതേക്കുറിച്ചൊന്നും പിന്നീട് ഒരു മാധ്യമങ്ങളിലും വാർത്തകൾ വന്നില്ല. പക്ഷേ ഈ ഉസ്താദിൻ്റെ വാർത്തകൾ ആകങ്ങ് പ്രചരിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലൊക്കെ വന്നപ്പോൾ ആ കുടുംബമാകെ തകർന്നില്ലാതായി. പലരും വളരെ മോശമായി ആ ഉസ്താദിനെക്കുറിച്ച് പറഞ്ഞു, കമൻറ്റുകൾ രേഖപ്പെടുത്തി. നിരപരാധിയാണെന്ന് പറഞ്ഞ് വെറുതെ വിട്ടപ്പോൾ അതേക്കുറിച്ച് എവിടെയും വലിയ ചർച്ചകളൊന്നും നടന്നില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് പലപ്പോഴും പല സംഭവങ്ങളും ഉണ്ടാകുന്നത്. എന്ന് വെച്ചിട്ട് നടന്നിട്ടുള്ള സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല എന്നോ അല്ലെങ്കിൽ എല്ലാവരും ഈ വാർത്ത കേൾക്കുന്ന എല്ലാവരും നിരപരാധികളാണ് എന്നൊന്നുമല്ല. പക്ഷെ ഇത്തരത്തിൽ ധാരാളം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഉസ്താദ് എന്ന് കേൾക്കുമ്പോൾ ചില താല്പര്യം പലർക്കും കൂടാറുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസമാണ് നമ്മൾ ഒരു ഉസ്താദിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ വാർത്തകൾ എന്തായിരുന്നു എല്ലാ മാധ്യമങ്ങളിലും പൊട്ടിപ്പൊട്ടിക്കുകയായിരുന്നു. എല്ലാ മാധ്യമങ്ങളിലും ലൈവ് ന്യൂസ് നമ്മൾ കണ്ടിരുന്നു. ആ ഉസ്താദിൻ്റെ വീട്ടിൽ റെയ്ഡ്, ആ ഉസ്താദിൻ്റെ കുടുംബത്തിൽ ആരോ നൽകിയ പരാതി, അവിടെ എന്തൊക്കെയോ ആഭിചാരക്രിയകൾ നടക്കുന്നുണ്ട്, മന്ത്രവാദം നടക്കുന്നുണ്ട്, എന്തൊക്കെയോ വ്യാജ ചികിത്സ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരാതി. ഉസ്താദിൻ്റെ വീട്ടിൽ റെയ്ഡിനെത്തി ആ ഉസ്താദിനൊരു ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെ ആ ഉസ്താദിനെ അവിടെ പിടിച്ചിരുത്തുന്നു, റെയ്ഡ് നടത്തുന്നു. ആ ഉസ്താദിൻ്റെ ചിത്രങ്ങൾ എങ്ങനെ കാണുന്നു. എന്നിട്ടിപ്പോൾ എന്താ അവസാനം പറഞ്ഞത്? ആ ഉസ്താദ് പറയുന്നു, ഞാനും നൂല് മന്ത്രിച്ച് നൽകാറുണ്ട്, അതുപോലെ തേനിലും മന്ത്രിച്ച് നൽകാറുണ്ട് എന്ന് ആ ഉസ്താദ് പറയുന്നുണ്ട്. ഉസ്താദിനെ കുറിച്ച് ആരെങ്കിലും തന്നെ ഈ ഉസ്താദ് ആരെങ്കിലും പറ്റിച്ചതായോ മറ്റൊന്നും ആരും പരാതി നൽകിയിട്ടില്ല. അപ്പോൾ ആരോ ഒരാൾ ഉസ്താദ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പരാതി നൽകിയപ്പോഴേക്കും അങ്ങ് കയറി റൈഡ് ആ ഉസ്താദിനാകെ വഷളാക്കി. നമ്മുടെ നാട്ടിൽ ഈ നൂലിൽ മന്ത്രിക്കൽ അത് തെറ്റായി നിയമമുള്ള നാടാണോ? തേനിൽ മന്ത്രിക്കൽ തെറ്റായി നിയമമുള്ള നാടാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏത് മതസ്ഥരാണ് ചരടുകളും മറ്റുമൊക്കെ അവർ മന്ത്രിക്കാത്തതോ അല്ലെങ്കിൽ കെട്ടാത്തതോ അല്ലെങ്കിൽ കൊണ്ടു നടക്കാത്തത് ആരാണ്? അമ്പലങ്ങളിലും മറ്റുമൊക്കെ ഇതൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിരോധിക്കപ്പെട്ടൊരു സംഭവമൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ ആ ഉസ്താദ് ആരെങ്കിലും ഏതെങ്കിലും നിലക്ക് ഉപദ്രവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സർക്കാർ നിരോധിച്ച മരുന്നുകൾ അദ്ദേഹം വിതരണം ചെയ്തു അങ്ങനെ എന്തെങ്കിലും കിട്ടിയാലല്ലേ ആ ഉസ്താദിന് ഇങ്ങനെ വഷളാക്കേണ്ട കാര്യമുള്ളൂ. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും മറ്റുമൊക്കെ അങ്ങ് കയറി വഷളാക്കി അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് ഇപ്പോൾ അതിലുള്ളത്? എന്നിട്ട് ആ ഉസ്താദിനകത്ത് എന്തെങ്കിലും കേസുണ്ടോ? അല്ലെങ്കിൽ ആ ഉസ്താദിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതൊന്നുമില്ല. അങ്ങ് വെറുതെ എന്തൊക്കെയോ ഒരു പരാതി കിട്ടിയതിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങൾ, മാധ്യമങ്ങൾ ആകെ അങ്ങോട്ട് ഇളകി. ഉസ്താദിൻ്റെ വ്യാജ ചികിത്സയും മറ്റുമൊക്കെ വലിയ ചർച്ചയായി. ഈ പറഞ്ഞ മാധ്യമങ്ങളൊന്നും ഇതൊന്നും തിരുത്തി പറഞ്ഞിട്ടില്ലല്ലോ. എന്താണ് ആ ഉസ്താദ് ചെയ്ത തെറ്റ്? നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് വാർത്താക്ഷാമാണ്. അത് ഇത്തരങ്ങൾ വിഷയങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങ് കയറി അങ്ങ് ഇടപെട്ട് കഴിഞ്ഞാൽ കുറേ ആൾ കാണാനുണ്ടാവും, താഴെ കുറേ കമൻറ്റുകൾ രേഖപ്പെടുത്താനും കുറേ ആളുകളെ കിട്ടുമെന്ന് അവർക്കറിയാം. അതേ തുടർന്ന് അവർ ഇത്തരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ സംഭവ ബഹുലമായി അവരിങ്ങനെ പ്രചരിപ്പിക്കുന്നു എന്ന് മാത്രം. ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പറയാൻ പലപ്പോഴും അവർ തയ്യാറാവാറില്ല. അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിലൊന്ന് ആലോചിക്കുക. നൂലിൽ മന്ത്രിക്കുക അല്ലെങ്കിൽ തേനിൽ മന്ത്രിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ രാജ്യത്ത് തെറ്റായൊരു കാര്യമാണോ? അത് വലിയൊരു ക്രിമിനൽ കുറ്റമാണോ? അതൊരു റെയ്ഡ് നടത്തേണ്ടുന്ന ഒരാളുടെ അഭിമാനം പിച്ച് ചീന്തേണ്ടുന്ന ഒരു വിഷയമാണോ? അല്ലല്ലോ. യോജിക്കുന്നവരും വിയോജിക്കുന്നവരൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മുടെ നാട്ടിൽ നിയമപ്രകാരം ഒരു തെറ്റായി രേഖപ്പെടുത്തിയ ഒരു കാര്യമല്ലല്ലോ. ഓരോ മതസ്ഥർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുള്ള നാടല്ല നമ്മുടെ നാട്. അപ്പോൾ ആ ഒരു നാട്ടിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത്. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ പറയാൻ വേണ്ടി കഴിയും, ഒരുപാട് സംഭവങ്ങൾ. പലതും ഇത്തരത്തിൽ കേട്ടിട്ട പല വാർത്തകളും പലപ്പോഴും പിന്നീട് വ്യാജമായിരുന്നു എന്നും അതിൻ്റെ പിന്നിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും പലരും പലരുടെ വൈരാഗ്യം തീർത്തതാണ്, ദേഷ്യം തീർത്തതാണ് എന്നൊക്കെ വ്യക്തമാക്കുന്ന എത്രയോ സംഭവങ്ങൾ അടുത്ത് കണ്ണൂർ ജില്ലയിൽ അത്തരം സംഭവം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ എത്രയോ സംഭവങ്ങൾ അടുത്ത കാലത്ത് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നിയമങ്ങളാണ്. ആ നിയമങ്ങൾ പലപ്പോഴും പലരും അവരുടെ ദേഷ്യം തീർക്കാനും വൈരാഗ്യങ്ങൾ തീർക്കാനും അല്ലെങ്കിൽ കുപ്രസിദ്ധിക്കും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്.